അതായത് ഇവർ ഈ 4 ദിവസം കൊണ്ട് മണൽ മാറ്റാന്ന് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു വിഷയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മണൽ നിങ്ങൾ കണ്ണിൽ കാണാം. ഈ വിഷയമല്ലല്ലോ നമ്മൾ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പറഞ്ഞിരുന്നു. അതായത് 2020 മുതൽ തന്നെ ഈ പുലിമുട്ടിന്റെ തെക്കുവശം മണൽ വീഴുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായി തുടങ്ങിയത് ഈ അദാനിക്ക് വിഴിഞ്ഞത്തെ ഈ കല്ല് കൊണ്ടുപോകാനായിട്ട് ബാർഫ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് 170ഓളം മീറ്റർ പുലിമുട്ട് പൊളിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടായി തുടങ്ങിയത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞായിരുന്നു, എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണം, ഇല്ലെങ്കിൽ വലിയൊരു സങ്കീർണമായ അവസ്ഥയിലേക്ക് ഇത് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് അവർ മുഖവിലക്കെടുത്തില്ല, അവര് നിസ്സാരമായിട്ട് കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 3 ആഴ്ച കൂടെ ഒരു ശക്തമായ സമര പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഫിഷറീസിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞത് 4 ദിവസത്തിനകത്ത് ഒരു ട്രെജർ കൊണ്ടുവന്നിട്ട്, അതായത് ചേറ്റുവയിൽ നിന്നൊരു ട്രെജർ കൊണ്ടുവരുന്നുണ്ട്, അത് കൊണ്ട് നമുക്ക് ഇവിടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഈ പുറകിൽ കാണുന്ന ട്രെജർ ഒരിക്കലും ഇതിന് പര്യാപ്തമല്ല. കാര്യം ഇത് ഒരു ദിവസം എത്ര മണലെടുത്ത് മാറ്റുമെന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ട്രെജർ പര്യാപ്തമല്ല എന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 25ഓളം ദിവസങ്ങളായി. ഇപ്പൊ ഈ പൊഴി മൂടുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അവിടെ ഒരു ചാലുണ്ടായിരുന്നു, ആ ചാലിൽ കൊണ്ടിട്ട് ഡ്രഡ്ജ് ചെയ്ത് നിങ്ങൾ ആ മണൽ മാറ്റാൻ പറഞ്ഞിരുന്നു. എങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ല. അതിന് പകരം അവർ ഇവിടെ വെച്ചിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇത് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കിഴക്ക് വശത്ത് മഴ പെയ്താൽ വെള്ളം പെരുകുമെന്നുള്ള ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്കറിയാം ഇവിടെ എത്ര നാൾ മഴ പെയ്താൽ വെള്ളം പൊങ്ങുമെന്നും എത്ര വെള്ളം ഉണ്ടായിരുന്നാൽ ഈ പൊഴി തുറന്നുവിടാൻ സാധിക്കുമെന്നും. ഇവർ ഈ പറയുന്ന സമയത്ത് ഈ പൊഴി ഇപ്പൊ തുറന്നാൽ തന്നെ ഇവിടുന്ന് വെള്ളം പോകത്തില്ല, പൊഴി മുറിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഈ പൊഴി മുറിക്കുവാനായിട്ട് നിൽക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അധികാരി വർഗത്തിന്റെ ആരുടെയോ ഒരു ചെമ്മീൻ കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. ഏതാണ്ട് 2 കോടി രൂപയോളം അദ്ദേഹത്തിന് നഷ്ടം വരുമെന്നാണ് പറയുന്നത്. 27,000ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളും അവരുടെ യാനങ്ങളും ഇവിടെ കിടക്കുമ്പോൾ 78ഓളം ജീവനുകൾ ഇവിടെ നഷ്ടപ്പെട്ടപ്പോൾ 78ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ അനാഥരാക്കപ്പെട്ടപ്പോൾ ഇല്ലാത്ത വേദന ഏതോ ഒരു സുഹൃത്തിന്റെ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് ഇത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ നേരിടുവാൻ നിന്നാൽ അതിവിടെ നടക്കത്തില്ല. ഞങ്ങൾ പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ പൊഴി മുറിക്കുന്നതിനോട് വിരോധമൊന്നുമില്ല. ഈ മണൽ പൂർണ്ണമായിട്ടും മാറ്റി 6 മീറ്റർ ആഴം നിലനിർത്തി ഈ വരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ വരട്ടെ, ഞങ്ങൾക്കത് ബോധ്യപ്പെടട്ടെ. ബോധ്യപ്പെട്ടതിന് ശേഷം 6 മീറ്റർ ആഴം നിലനിർത്തി അവിടെ 20 മീറ്റർ, അതായത് ആ മൗത്തിൽ 20 മീറ്റർ മാത്രം മണൽ നിർത്തിക്കൊണ്ട് ഈ ആഴം മൊത്തം 6 മീറ്റർ ആക്കിയതിനു ശേഷം അവിടെ പൊഴി മുറിച്ചിടുവാനുള്ള അനുമതി ഞങ്ങൾ ചെയ്തുകൊള്ളാം. അതല്ലാതെ നിങ്ങൾ കണ്ണിൽ പൊടിയിടുവാനായിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കുവാനാണെങ്കിൽ ഞങ്ങളിത് അനുവദിക്കില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇത് ഞങ്ങളുടെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി പല കുടുംബങ്ങളും ഇന്ന് പട്ടിണിയിലോട്ടാണ്. ഈ വരുന്ന ഇന്ന് പെസഹ വേണം, ദുഃഖവെള്ളി, വരുന്ന ഈസ്റ്ററാണ്. ഞങ്ങളുടെ മക്കൾ ഈ ദിവസങ്ങളിൽ പട്ടിണിയാണ്. അവരുടെ വിഷമം മനസ്സിലാക്കാതെ അവർക്കൊരു പാക്കേജ് പോലും അനുവദിക്കാതെ ഇത്രയും ദിവസം 1.5 മാസം ഞങ്ങൾ വള്ളങ്ങൾ പണിക്ക് പോയിട്ട് ഒരു പാക്കേജ് പോലും അനുവദിക്കാതെ ഞങ്ങളെ പട്ടിണിയിലോട്ട് തള്ളിവിട്ടുകൊണ്ട് ഇവരിങ്ങനെയുള്ള നടപടി പോകുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല.